നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് രഹസ്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിലൊന്നും തന്നെ ക്യാമറയിൽ ഇങ്ങനെ ഒരു സൗകര്യം ഇല്ല. നിങ്ങൾ ഇതുപോലെ രഹസ്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഉപയോഗിക്കാം, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ കാണും. നിങ്ങൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്തതിനു ശേഷം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പ്രൈവസി സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ടു ഗാലറി, നിങ്ങൾക്ക് ഡയറക്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇത് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ പ്രൈവസി മോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നത്തിങ് എന്ന ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബോട്ടം സെന്റർ എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓപ്പൺ ആപ്പ് എന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്യുക. ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു ലോക്ക് കൊടുക്കുക. ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ 1 2 3 4 എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ക്യാമറ വീഡിയോ സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇവിടെ വീഡിയോ ക്വാളിറ്റി എന്ന ഭാഗം നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, എനബിൾ സൂം എന്ന ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം. ഓക്കെ, അടുത്ത ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം നോട്ടിഫിക്കേഷൻ ആൻഡ് ടോസ്റ്റ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ വോയിസ് കമാൻഡ്സ് എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലാപ്പ് എന്ന ഓപ്ഷനൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൈ തട്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ ഇവിടെ ചേഞ്ച് ഐക്കൺ, അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഐക്കൺ നമുക്ക് മാറ്റി കൊടുക്കാനും സാധിക്കും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കിവിടെ താഴെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഓൺ സ്ക്രീനിൽ തന്നെയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് ലോക്ക് സ്ക്രീനിലും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തിട്ടും ഞാനിവിടെ മൊബൈലൊക്കെ ഇങ്ങനെ തിരിച്ച് പിടിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ലോക്ക് സ്ക്രീൻ തുറന്നു. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്ത ഉടനെ തന്നെ ഇത് സേവ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഇവിടെ റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാം. താഴെ നമ്മൾ കൈ വെച്ചതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ക്യാമറ തിരിച്ച് പിടിച്ചതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോ ഗാലറിയിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ വലതുവശത്ത് ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സേവ് ടു ഗാലറി എന്ന ഓപ്ഷനും ഉണ്ട്. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഗാലറിയിലേക്ക് സേവ് ആകുകയും ചെയ്യും. നേരെ ഗാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോയുടെ സെക്ഷനിൽ ആ ഒരു വീഡിയോ കാണാനും സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ കൊടുത്ത പാസ്കോഡ് എൻ്റർ ചെയ്താൽ മാത്രമാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.